വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ ഈ ഒരു വീടിനെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. എന്റെ ഈ ഒരു ലെറ്റ്സ് പ്ലേയുടെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഈ ഒരു വീട്ടിൽ പെൻഡിങ് ആക്കി വെച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ എൻചാൻമെന്റ് ടേബിൾ മാത്രമാണ്. അത് നമ്മൾ ഇന്ന് ഈ ഒരു വീട്ടിലോട്ട് കൊണ്ടുവരാനും പോവാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ മൈനിങ്ങിന് വേണ്ടി -59 വരെ എന്തോ ഉള്ള ഒരു വലിയൊരു കുഴി ഞാൻ ഇതേപോലെ വെട്ടി വെച്ചിട്ടുണ്ട്. അത് ഇറങ്ങിയാണ് ഞാൻ ഈ ഡീപ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഇതേപോലെ വെറുതെ ഇരുന്നപ്പം മൈനിങ്ങിനൊന്ന് പോയായിരുന്നു. ആ മൈനിങ്ങിന് പോയ വക നമ്മുടെ കയ്യില് കുറച്ച് ഡയമണ്ടും കിട്ടിയിട്ടുണ്ട്. 9 ഡയമണ്ട് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 9 ഡയമണ്ട് കൊണ്ട് നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കും. നമ്മളൊരു ഡയമണ്ടിന്റെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ കയ്യില് 6 ഡയമണ്ട് ഇരിപ്പുണ്ട്. അത് ഇവിടെ തന്നെടുത്ത് വെച്ചേക്കാം. എൻചാൻമെന്റ് ടേബിൾ ഉണ്ടാക്കാനായിട്ട് എത്ര ഒബ്സിഡിയം വേണമെന്ന് അറിയാൻ പാടില്ല. എന്നാലും നമുക്കൊരു 3 ഒബ്സിഡിയം വല്ലതും മതിയെന്ന് തോന്നുന്നു. പക്ഷെ അത് ഓരോരോ ബക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ടി വരും. കാര്യം എൻ്റെ കയ്യിൽ ഒരൊറ്റ ബക്കറ്റ് ഇരിപ്പുള്ളൂ. ഒരുപാട് ബക്കറ്റ് ഒന്നുമില്ല. ഒരുപാട് ബക്കറ്റ് ഉണ്ടാക്കാനുള്ള ആ ഒരു അയണും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ബക്കറ്റ് ലാവയുമായിട്ട് വന്ന് മോളിൽ കൊണ്ടുപോയി ഒഴിച്ച് അത് ഒബ്സിഡിയനാക്കി അങ്ങനെ പൊട്ടിച്ച് പിന്നെയും ഒഴിച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെന്ത് ഇവിടെയുണ്ട്. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ ലാവ ഒഴിക്കാനായിട്ട് മോളി വരെ പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒരു 3 ബ്ലോക്ക് മാറ്റി ഇവിടെ ആയിട്ട് ഇതേപോലെ ലാവ ഫില്ലാക്കി വെക്കാം. ഇവിടെയും കൂടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ബക്കറ്റ് ലാവ ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ മോളിൽ പോയി ഒരു ബക്കറ്റ് വെള്ളവും കൂടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. ഇവിടെ നിന്ന് ഒരു ബക്കറ്റ് വെള്ളവും എടുത്ത് വന്ന വഴി തന്നെ തിരിച്ചിനി അത്രയും നമ്മൾ പോകണം. ഓക്കെ, നമ്മളിപ്പോ ഇങ്ങ് അടിയിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ഈ ഒരു വാട്ടർ ബക്കറ്റ് പ്ലേസ് ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ലാവ എല്ലാം ഇപ്പൊ ഒബ്സിഡിയൻ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഒബ്സിഡിയൻ ഇങ്ങോട്ട് പൊട്ടിച്ച് കയ്യിലോട്ട് എടുത്താൽ മതി. എന്നിട്ട് നേരെ അതും കൊണ്ട് വീട്ടിലോട്ട് പോയേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും 3 ഒബ്സിഡിയൻ കിട്ടി. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ബക്കറ്റ് ലാവ കൂടി. അയ്യോ എടാ, ഇവിടെ ഉണ്ടായിരുന്ന ലാവ പൂള് ഫുള്ള് വറ്റിപ്പോയി കേട്ടാ. ഓക്കെ, നമ്മൾ പിന്നെയും 3 ബക്കറ്റ് ലാവ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് ഒബ്സിഡിയൻ ആക്കിയേക്കാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് തികയാതെ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒഴിച്ചത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ മൊത്തത്തിൽ 6 ഒബ്സിഡിയൻ ആയിട്ടുണ്ട്. എന്തായാലും അതും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോയേക്കാം. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ നിന്ന് അങ്ങോട്ടും കുറെ ബ്ലോക്ക് പൊട്ടിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടും പൊട്ടിച്ച്, അതേപോലെ തന്നെ ഇവിടെ നിന്നും അങ്ങോട്ട് പൊട്ടിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടും പൊട്ടിച്ച്, ഇവിടെ നിന്നും അങ്ങോട്ട് കുറെ പൊട്ടിച്ച് ഇങ്ങോട്ടും കുറെ പൊട്ടിച്ച്, ഇവിടെ നിന്നും പൊട്ടിച്ച്, അതേപോലെ തന്നെ ഇപ്പുറത്തുനിന്നും പൊട്ടിച്ച്, അങ്ങോട്ടും പൊട്ടിച്ച്, പിന്നെ ഇങ്ങോട്ടും പൊട്ടിച്ച്. ഇത്രയും പൊട്ടിച്ചപ്പം എനിക്ക് കിട്ടിയതാണ് ഈ പറയുന്ന 9 ഡയമണ്ട്. നമുക്കിനി ഈ ഒരു ഡയമണ്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് ആ എൻചാൻമെന്റ് ടേബിൾ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് ഇനി ഒന്ന് നോക്കാം. ഓക്കെ, വേണ്ട നമ്മുടെ എൻചാൻമെന്റ് ടേബിൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെയുണ്ട്? ഒരു ബുക്ക് വേണം അല്ലേ? ഓക്കെ, നമുക്കിനി ഒരു ബുക്കും കൂടി മതി. ബുക്ക് എന്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്നാണ് എനിക്ക് എന്റെ മോനെ, കറക്റ്റ് ഒരു ബുക്ക് ഇരിപ്പുണ്ട്. അങ്ങനെ നമുക്ക് ആ ഒരു എൻചാൻമെന്റ് ടേബിളും ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കിയേക്കാം. അപ്പൊ നമ്മൾ ടെമ്പററി ആയിട്ട് വെച്ച ഈ ഒരു കാർപ്പറ്റ് ഇനിയും ആവശ്യമില്ല, അതിങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. എന്നിട്ട് നമ്മുടെ എൻചാൻമെന്റ് ടേബിൾ ഇവിടെ വയ്ക്കാം. ഈ ഒരു ടേബിളിൽ എത്ര ലെവൽ വരെയുള്ള ബുക്ക് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ വീടിന്റെ അകത്ത് തന്നെ ചെറിയൊരു എൻചാൻമെന്റ് സ്റ്റേഷനും കൂടി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വേൾഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു വേൾഡില് ഫാമിങ്ങിനായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ ഫുള്ളും കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. ഞാൻ അതൊക്കെ ഇതേപോലെ നികത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ വരുന്ന ഫാം എങ്ങനെയുള്ളതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വില്ലേജറിനെ യൂസ് ചെയ്യാത്ത ഫാംസ് ആയിരിക്കും. നമ്മുടെ ബോൺമീൽ ഫാം ആയാലും, ഇല്ലെങ്കിൽ ഇതേപോലത്തെ വൂള് ഫാം ആയാലും, നമ്മുടെ കൗ ക്രഷർ ആയാലും, അങ്ങനെയുള്ള കുറെ ഫാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഫാമൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരാൻ പോകുന്നത്. ആ XP ഫാമായിട്ട് ഞാൻ പിഗ്ലിൻ ഫാമും കൂടി ഇവിടെ തന്നെ ഉണ്ടാക്കിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ വൂൾ ഫാം ആയാലും പിഗ്ലിൻ ഫാം ആയാലും ഈ ഒരു സാധനമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിൽ നമുക്ക് ആവശ്യമുള്ളൊരു മെയിൻ സാധനമാണ് ഒബ്സർവർ എന്ന് പറയുന്നത്. ഈ ഒരു ഒബ്സർവർ ഉണ്ടാക്കണമെങ്കിലോ നമുക്ക് കോഡ്സ് എന്ന് പറയുന്ന ആ ഒരു നെതറിൽ കിട്ടുന്ന ഒരു സാധനവും കൂടി വേണം. അതിനുവേണ്ടി നമുക്ക് നെതറിലോട്ട് പോകണം.
അതുകൊണ്ട് നമുക്ക് അടുത്ത് തന്നെ ആ ഒരു നെതർ പോർട്ടലും കൂടെ ഉണ്ടാക്കാനുണ്ട്. നമ്മൾ വെറുതെ ഉണ്ടാക്കത്തില്ല. ആ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ചേരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോർട്ടൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. തീയായിരിക്കും, ചുമ്മാ ഫയർ ആയിരിക്കും. വെറും ഫയർ അല്ല, വൈൽഡ് ഫയർ. എനിക്ക് അങ്ങനെ മെയിൻ ആയിട്ട് ഡിസൈൻസ് ഒന്നും അറിയത്തില്ലടേ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ചെയ്തു വെക്കാം. അപ്പൊ അങ്ങനെ ഒരു പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. നമ്മുടെ ഈ ഒരു ഫാം ലാൻഡിൽ ഈ ഒരു ഫാം ഇരിക്കുന്നത് ഇതേപോലെ ഗ്രാസ് ബ്ലോക്കിലായിരിക്കത്തില്ല. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ കുറെ അധികം ഡീപ് ഫ്ലൈറ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഒന്നിനും തികയത്തില്ല. ഇത്രയും ഡീപ് ഫ്ലൈറ്റ് ഒന്നും പോരാ. ഇങ്ങനെ ഡീപ് ഫ്ലൈറ്റ് മൈൻ ചെയ്യുന്നതിന്റെ ഇടക്കാണ് എനിക്ക് ഈ ഒരു ഡയമണ്ടും കൂടി കിട്ടിയത്. അത് വിട്. അപ്പൊ ഈ ഒരു ഡീപ് ഫ്ലൈറ്റ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു ഫാം ഒക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഈ ഒരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് നോക്കുമ്പം അവിടെ ഒരു ചെറിയൊരു ഗോപുരം കണ്ട വീടിന്റെ മുകളില്, അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാം എല്ലാം കാണാൻ പറ്റണം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ബാക്കി സ്ഥലമാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെയൊക്കെ ആയിരിക്കും നമ്മുടെ കസ്റ്റം വില്ലേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. എല്ലാം മൈൻഡിലുണ്ടടാ, എല്ലാം മൈൻഡിലുണ്ട്, എല്ലാം സെറ്റാക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വേൾഡിനെ പറ്റി ഇപ്പൊ എന്റെ തലയ്ക്കകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങള്. ഇന്നിപ്പോ ഞാൻ ഇങ്ങനെയാണ് തീരുമാനിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ തീരുമാനിക്കാൻ പോകുന്ന വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ആയിരിക്കും. ഞാൻ ഇന്നലെ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഫാമും ഓരോരോ ബിൽഡിംഗ് ആയിട്ട് ഉണ്ടാക്കാന്നായിരുന്നു. പക്ഷെ അത് ശരിയാവത്തില്ലടേ. കാര്യം എന്ന് പറഞ്ഞാൽ ചില ഫാംസിനൊന്നും കറക്റ്റ് ആയിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ ഷേപ്പ് വരത്തില്ല. ഇപ്പൊ വന്നാൽ തന്നെ ഒരു വൃത്തികെട്ട രീതിയിലായി പോവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു കാര്യം വേണ്ടെന്ന് വെച്ച് ഇതേപോലെ ചെറിയൊരു ഫാം ലാൻഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലായിട്ട് ഇതേപോലെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇനി നാളെ എന്റെ മൈൻഡിലോട്ട് എന്താ പറയുമെന്ന് അറിയത്തില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഒരു സാധനം അങ്ങ് ഉറപ്പിക്കും. അപ്പൊ അത് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യാനും പോകുന്നത്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.